സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പരാതിക്കാരനായ നിജു രാജിനെതിരെ സംഗീത സംവിധായകനായ ഷാൻ റഹ്മാൻ നിജു രാജ് സംഗീത നിശയിൽ പങ്കാളിയാകാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നു. നിജുവിന്റെ ചിലവടക്കം 51 ലക്ഷം രൂപയുടെ ബിൽ നൽകിയ ശേഷം പണം അടയ്ക്കാൻ നിജു ആവശ്യപ്പെട്ടു. തന്റെ ഭാര്യയെ നിജു സ്ഥിരമായി വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ശല്യം സഹിക്കാനാകാതെ 5 ലക്ഷം രൂപ തിരികെ നൽകിയെന്നും ഷാൻ റഹ്മാൻ പറഞ്ഞു. അപ്പം റൈറ്റിങ്ങിൽ വന്നപ്പം അത് ഈ 45 ലക്ഷം എന്നുള്ളത് 47ആയി, പിന്നീട് അത് 51ആയി. എന്നിട്ട് ഈ പറയുന്ന പോലെ നിജുയുടെ എക്സ്പെൻസ് കൂടെ ഞങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണത്? ഇതിന് ശേഷം നിജു നിരന്തരമായിട്ട് സൈറനെ വിളിച്ച് സൂയിസൈഡ് ചെയ്യും, പിന്നെ വേറെ വഴിയില്ല, ആത്മഹത്യ ചെയ്യും. ഫെബ്രുവരി 20-ാം തീയതി നിജു ആകെ ഇട്ട 5 ലക്ഷം രൂപ സൈറ തിരിച്ചു കൊടുത്തു. ഓക്കെ, അപ്പം എന്നിട്ട് പറഞ്ഞു ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നിജു എന്നെ വിളിക്കരുത്, കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇവൻ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും തുടങ്ങി ആത്മഹത്യാ സംഭവം. അപ്പം സൈറ എന്നെ വിളിച്ചിട്ട് സ്ക്രീം ചെയ്തു. സൈറ എന്നെ വിളിച്ച് സ്ക്രീം ചെയ്തിട്ട് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവള് കംപ്ലീറ്റ്ലി ഔട്ടായി എന്നുള്ള കാര്യം. നിതിൻ സേവ്യർ വിശദാംശങ്ങൾ നൽകും. നിതിൻ, എന്താണ് ഷാന്റെ പുതിയ പ്രതികരണം? ഈ വിശദീകരണവും ന്യായീകരണത്തിന്റെയൊക്കെ സമയം അല്പം കടന്നുപോയി തോന്നുന്നുണ്ടോ? സൈഫുദ്ദീൻ, കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളം സൗത്ത് പോലീസ് ഷാൻ റഹ്മാനും ഭാര്യയ്ക്കുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത്. നിജു രാജ് നൽകിയ പരാതിയിലാണ് ഇത്തരത്തിൽ കേസെടുത്തത്. ഇതിലാണ് ഇപ്പോൾ ഒരു വിശദീകരണവുമായി ഷാൻ റഹ്മാൻ രംഗത്ത് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഷാൻ റഹ്മാൻ പറഞ്ഞത്. ഒപ്പം തന്നെ കോടതിയിൽ കേസ് വരുന്നതിന് മുൻപ് തന്നെ താനും ഭാര്യയും വഞ്ചകരാണെന്ന തീരുമാനം എല്ലാവരും എടുത്തുവെന്നും ഷാൻ റഹ്മാൻ പറയുന്നുണ്ട്. അതായത് എറ്റേണൽ റെയിൽസ് താനും ഭാര്യയും ചേർന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. 2024 ദുബായിലാണ് ഉയരെ എന്ന് പറഞ്ഞ തന്റെ ഒരു ഡ്രീം പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നത്. പിന്നീട് നിജുരാജ് ഇതിലേക്ക് വരികയായിരുന്നു. ഉദയ പ്രൊഡക്ട്സിന്റെ സിഇഒ എന്ന പേരിലാണ് നിജുരാജ് തങ്ങളുമായി ബന്ധപ്പെട്ടത്. പക്ഷേ ഈ കൊച്ചിയിൽ നടന്ന പരിപാടിക്ക്, കൊച്ചിയിലെ കോളേജിൽ നടന്ന പരിപാടിക്ക് തങ്ങൾക്ക് വേണ്ടത്ര രീതിയിൽ സ്പോൺസർമാരെ ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. പിന്നീട് നിജുരാജ് ഈ ഉദയ പ്രൊഡക്ട്സിൽ നിന്ന് മാറി ഒറോറ എന്റർടൈൻമെന്റ് എന്നൊരു സ്ഥാപനവുമായി വന്നു. തങ്ങളുടെ പാർട്ണറായി ഒപ്പം ചേർന്നു. 75% പ്രോഫിറ്റ് തങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞായിരുന്നു ഇത്തരത്തിൽ നിജുരാജ് തങ്ങളോടൊപ്പം ചേർന്നത്. പക്ഷേ എഗ്രിമെന്റ് ചെയ്യാൻ അയാൾ തയ്യാറായില്ല. ഒപ്പം തന്നെ അയാളുടെ എക്സ്പെൻസ് 25 ലക്ഷം രൂപ തുടക്കത്തിൽ തരാമെന്ന് നിജുരാജ് ഏറ്റിരുന്നുവെങ്കിലും 1 രൂപ പോലും തന്നില്ല എന്ന് പറയുന്നുണ്ട്. തങ്ങളുടെ കയ്യിൽ നിന്നും പ്രൊമോഷനും മറ്റുമായി ഒരുപാട് പൈസയും പോകാൻ തുടങ്ങി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് പൈസ ചോദിച്ചപ്പോൾ 75% തനിക്ക് വേണ്ട, 60% തനിക്ക് തന്നാൽ മതി എന്ന് നിജുരാജ് പറഞ്ഞു. പിന്നീട് തങ്ങൾ ഒരു എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കി നൽകിയപ്പോൾ 5 ലക്ഷം രൂപ നിജുരാജ് തന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും പോലീസിൽ നിജുരാജ് പറഞ്ഞിട്ടില്ല. പരിപാടി നടക്കുന്ന സ്ഥലത്ത് പോയപ്പോഴാണ് ഈ പാർട്ട്ണർമാരടക്കം മാറിയ കാര്യം തങ്ങൾ അറിയുന്നതെന്നാണ് ഷാൻ റഹ്മാൻ പറയുന്നത്. അവസാന നിമിഷമായതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. ഈ ഷാൻ റഹ്മാന്റെ പ്രൊഡക്ഷൻ മാനേജർ എന്ന പേരിലാണ് നിജു പല വെഞ്ചേഴ്സിനെയും ബന്ധപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ഷാൻ റഹ്മാൻ പറയുന്നത്. ഡ്രോൺ പറത്താൻ അനുവാദമില്ല എന്ന കാര്യമടക്കം തങ്ങളിൽ നിന്ന് മറച്ചുവെച്ചു. പിന്നീട് ഈ പരിപാടിക്ക് ശേഷം 45 ലക്ഷം രൂപയുടെ ഒരു ബില്ലുമായി ആദ്യം വന്നു. ഇതിന്റെ കൃത്യമായി കണക്ക് കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് 47 ലക്ഷം രൂപയും പിന്നീട് 51 ലക്ഷം രൂപയുടെ ബില്ലും തങ്ങൾക്ക് നൽകി എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് തങ്ങളുടെ എക്സ്പെൻസ് മാത്രമേ നൽകൂ. നിജുരാജിന്റെ എക്സ്പെൻസ് അത് നിജുരാജ് തന്നെ മുടക്കണമെന്ന് തങ്ങൾ പറഞ്ഞതാണ് തങ്ങൾക്കെതിരെ ഇത്തരത്തിൽ പരാതി നൽകാനുള്ള കാരണമെന്നാണ് ഷാൻ റഹ്മാൻ പറയുന്നത്. പിന്നീട് നിജുരാജ് നിരന്തരമായി തന്നെയും ഭാര്യയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. ആത്മഹത്യാ ഭീഷണി അടക്കം മുഴക്കിയെന്ന് ഷാൻ റഹ്മാൻ പറയുന്നുണ്ട്. പിന്നീട് ഈ കേസ് വന്നതിന് ശേഷം നിജുരാജ് ചില മധ്യസ്ഥ ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. ഇതിൽ പറഞ്ഞിരുന്നത് മാപ്പ് പറയാൻ തയ്യാറല്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് നിജുരാജ് പറഞ്ഞത്. പക്ഷേ ഈ പണം തങ്ങളുടെ പണം നൽകാൻ തയ്യാറാണെന്നാണ് ഷാൻ റഹ്മാൻ ഇപ്പോഴും പറയുന്നത്. എന്നാലും ഷാൻ റഹ്മാനെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ വിശദീകരണവും പ്രതികരണവുമായി ഷാൻ റഹ്മാൻ രംഗത്ത് വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് നിതിൻ സേവ്യർ.